തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയയ്ക്ക് പ്രസവശേഷം ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെന്നും അണുബാധയെ തുടർന്നാണ് മരണമെന്നുമാണ് ആരോപണം. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. കരിക്കകം സ്വദേശിയായ 26-കാരി ശിവപ്രിയയെ ഒക്ടോബർ 22-നാണ് പ്രസവത്തിനായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 25-ന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി. കടുത്ത പനിയെ തുടർന്ന് പിറ്റേ ദിവസം തിരികെ ആശുപത്രിയിൽ എത്തിച്ചു. നില വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റി. കൾച്ചർ പരിശോധനയിൽ അസിനറ്റോബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അണുബാധ കൂടിയതോടെ ആദ്യം ICUവിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. ഇന്നുച്ചയോടെ മരിച്ചു. SAT ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അസിനറ്റോബാക്ടീരിയ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത്. എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ശിവപ്രിയയുടെ 9 ദിവസവും 2.5 വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുമായി ബന്ധുക്കൾ SAT ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ BJPയും കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി. ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം അറിയിച്ചെങ്കിലും സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഈ മരണത്തെ സംബന്ധിച്ച് RDOവിൻ്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടക്കണം. ഈ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടണം. എന്നാൽ ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ലേബർ റൂമിൽ നിന്നും ഒരു അണുബാധ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ സാധിക്കില്ല. ലേബർ റൂമിൽ അണുബാധയുണ്ട് എന്നുള്ള ഒരു സംശയം ആർക്കും വേണ്ടതില്ല. കാരണം അത് ഒരു ആശങ്ക ഉളവാക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.